Mr. Krishna Mohan on stage. ഒട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. That's not true. Hello everyone, welcome to Superstar Junior. Powered by Nirabara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So, നമുക്ക് നമ്മുടെ ഷോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ let's welcome our judges. Vijay Cheta, Sujata Chechi, Stephen Cheta. Reggie, Tanjali. Yes. Ready അല്ലേ? Ready ആണ്. വിജു മോനെ ready? സ്റ്റീഫ ready? മുഴുവൻ റെഡി ആയിട്ടില്ല ചേച്ചി. എനിക്കൊരു പാട്ട് വായിക്കണം. ഓ വെരി ഗുഡ്. ഞാൻ പാട്ട് പാടണോ? ശരിയാവില്ല. Okay. എല്ലാവരും ഇത്ര കോറസ് ആയിട്ട്. Okay, okay. ആ ഇംപ്രഷൻ കളയരുത് കേട്ടോ. Okay. എനിക്കൊരു ആഗ്രഹം, ഒരു സിംഫണി വെച്ച് എനിക്കൊരു പിയാനോയിൽ ഒരു പീസ് വായിക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ എനിക്ക് പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി Go for it. നമ്മുടെ പുലികളുണ്ട് ഇവിടെ. പക്ഷെ അത് കൂടാതെ ഞാൻ പോരെ? നീ എന്തുണ്ടല്ലടാ, നമ്മൾ ഒരുമിച്ചല്ലേ. പിന്നല്ല, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്നാണ് നീ പറയുന്നത്. അതെ, ശരിയാ. അതൊരു ഒരു സിംഫണി രൂപത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? കിഡ്ലനായിരിക്കും. Minds blowing ആയിരിക്കും. അതൊരു റിയാലിറ്റി ഷോ മാതിരിയുള്ള ഒരു പരിപാടികളിൽ ഇങ്ങനെയുള്ള സിംഫണി അല്ലെങ്കിൽ ഒരു കൊഞ്ചേട്ടോ മൂടുള്ളൊരു രൂപങ്ങൾ വളരെ കുറവായി വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ? Yes. അപ്പൊ എന്റെ കീബോർഡ് മാത്രല്ല, ഒരു ഭീകര സിംഫണി ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഇരിക്കുന്നുണ്ട്. ഓഹോ, തുടങ്ങട്ടെ? തുടങ്ങൂ. Welcome to Superstar Junior Cochin Strings. Yes. വെൽക്കം. കൊച്ചിൻ സ്ട്രിങ്സ് അല്ലെങ്കിൽ അഥവാ കിന്നരന്മാർ. നമ്മുടെ പേരതാണ്. പുലികളിലൊപ്പം കിന്നരന്മാർ. അതെ. ഇനി ഞാൻ കൂടുതലായി പറയുകയാണെങ്കിൽ കേരളത്തിൽ 4.5 കോടി ജനങ്ങളാണുള്ളത്. 4.5 കോടി ജനങ്ങളുടെ അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയിലും പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ഈ 4.5 കോടി ജനങ്ങൾ സിനിമയിലും പ്രൊഫഷണലും വായിക്കുന്ന വയലിനിസ്റ്റുകൾ ആ കൂടെ ഇത്ര പേരുള്ളൂ. അതൊരു വലിയൊരു അസറ്റാണ്, അത് ഒരു നന്മയാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയ തലമുറ അത് കണ്ട് പഠിക്കണം, അതിലേക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരാൻ. ഈ ഒരു പുതിയൊരു തലമുറയാണ്, ഇത് വെരി യങ് ഏജ് ഗ്രൂപ്പ്. ഇത് ഇനി അടുത്തൊരു തലമുറയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ നല്ല നല്ല ട്രെയിൻ ചെയ്ത്, അപ്പോൾ പ്രോഗ്രാം കാണുന്നവരും നമ്മുടെ കുട്ടികളൊക്കെ ഇവരെ കണ്ട് പഠിച്ച് they have to just come like them, ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ രാജാ സാറ്, AR റഹ്മാൻ അങ്ങനെയുള്ളവരുടെ കൂടെ വായിക്കുന്ന കലാകാരന്മാരാണ് കേട്ടോ. Big round of applause and thank you so much Cochin Strings. ദാസേട്ടൻ്റെ കൂടെ പല വേൾഡ് ടൂറുകളും അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയവരൊക്കെ ഒരുമിച്ച് പോകാറുണ്ട്. സോ വിജയ്, തീർച്ചയായിട്ടും അവരെ പറ്റി പറയുകയാണെങ്കിൽ അവരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു അപ്ലിഫ്റ്റിംഗ് ആണ്. ഒരു സ്പിരിറ്റ്സ്, എന്താ പറയുക, എല്ലാം മൊത്തം ഒരു മൂഡ് തന്നെ മാറ്റുന്ന ഒരു ടീമാണ്. ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഇസ് ലൈക്ക് ദാറ്റ്. Soulful. ഒരു ചെറിയ തമാശ പറയണമെങ്കിൽ എൻ്റെ മോളിപ്പം വയലിൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ പറയാം, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് 1 നോട്ടും 2 നോട്ടും പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ 1 നോട്ടിൽ മാത്രം 2 ആഴ്ച പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ 2 നോട്ട് എന്താണ് ആ കുട്ടി വയസ്സിൽ തന്നെ 7 വയസ്സായിട്ടുള്ളൂ, എന്നാലും ആ 2 നോട്ട് പഠിക്കും. അപ്പം ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ എത്ര നോട്ട് എന്നുള്ളത് വിട്, പക്ഷെ എത്രമാത്രം പ്രാക്ടീസ് ചെയ്ത്, ഐ മീൻ
every instrument is difficult, പക്ഷേ I think one of the most difficult instruments is violin and ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വോയിസ് ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വോയിസുമായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്ന സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ഇൻസ്ട്രുമെന്റും കൂടെയാണ് വയലിൻ. സോ യുനോ ആ ഒരു ഇറ്റ്സ് എ ഗോഡ് ഗിവൻ ഇൻസ്ട്രുമെന്റ് ശരിക്കും പറഞ്ഞാൽ. സോ അത് വായിക്കാൻ പറ്റുന്നവർ ട്രൂലി ഗോഡ് ഗിവൻ തന്നെയാണ്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു ഹാവ് ദം ഹിയർ. നമ്മൾ അടിച്ചു പൊളിക്കും തീർച്ചയായിട്ടും. തീർച്ചയായും നമുക്ക് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് വിജയ് പോകുന്നത്. ചേട്ടൻ പറഞ്ഞത് സ്റ്റീഫൻ ചേട്ടനും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ദേ ആർ ഹിയർ ടു ഇൻസ്പയർ കംപ്ലീറ്റ് ജൂനിയേഴ്സ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് മോളെ ഒരു മിനിറ്റ്. യെസ്, ആദ്യം തന്നെ എല്ലാവർക്കും വെൽക്കം. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. കാരണം ഒരുപാട് ഷോസ് ഇവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യണ ഇൻസ്ട്രുമെൻ്റ് വയലിൻ. പുറവശത്തിരുന്ന് വയലിൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറക്കും. അപ്പോൾ ഇവരുടെയൊക്കെ എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഇവരുടെയൊക്കെ ഗുരുവായ റെക്സേട്ടൻ എൻ്റെ ഞങ്ങളെ കൊച്ചിലെ ഞങ്ങൾ കുറച്ച് കൊച്ചുകുട്ടികളെ പാട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സരിഗമ ആ എൻട്രി സ്റ്റേജിൽ പാട്ട് മോൾഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത റെക്സേട്ടനാണ്. ഈ സമയത്ത് റെക്സേട്ടനും ഒരു വലിയ നമസ്കാരം. ആൻഡ് നിങ്ങൾക്ക് എഗെയിൻ താങ്ക്സ് വന്നതിന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് അവർ പാടുന്നതിന് മുമ്പ് ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ ഇവരുടെ കൂടെ. തീർച്ചയായിട്ടും. we are just waiting for that. So Yes, so let's start the show with Sujata Chechi. Butterfly, butterfly, ஏன் விரித்தாய் சிறகை? வா வா ஓ butterfly, butterfly, ஏன் விரித்தாய் சிறகை? ஏன் விரித்தாய் சிறகை? வா வா ஓ butterfly, butterfly, ஏன் விரித்தாய் சிறகை? என்னையும் தான் உன்னைப் போலே படைத்தாய்
മനസ്സിലായി പാടി മോളെ, നല്ലോണം പാടി. ഇത് ഒറിജിനൽ നമ്മൾ ഒരു ആ ഫുൾ ഓർക്കസ്ട്രയിൽ കേൾക്കുന്ന പോലെ, ഒറിജിനൽ സോങ് കേൾക്കുന്ന പോലെ തന്നെ ഇരുന്നു. This appearance is the എൻ്റെ അടുത്ത തമിഴ് പടത്തിന്റെ ലുക്കാണ്. ഓഹോ. ഓക്കേ. ഗിജു ഒരു ഹീറോ ആണ്. യെസ്. बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है. അരികിൽ നീ വരുവായോ, ഉനക്കാക திறந்தேன் மனதின் கதவை. ஆஹா, butterfly, butterfly. Thank you so much, Sujata Chechi. It was amazing, ചേച്ചി. Yes. So thank you so much, Cochin Strings. ഇത് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ ഓൾ ടൈം പുലികൾ സ്റ്റാർ ഓർക്കസ്ട്ര ടീം. കാരണം അറിയോ, ആ. ഇവര് നാളെ പോവും, അടുത്ത അതെ. എപ്പിസോഡിൽ ഇവര് പോവും. അതെ. ഞങ്ങൾക്ക് ഇവര് മാത്രമേ ഉള്ളൂ. അതെ. നമ്മൾ മാത്രമാണുള്ളത്. അതെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമുക്ക് ഇവരുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നാളെ അവര് പോകുന്നതാണ്. പക്ഷെ നമുക്ക് ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആണല്ലോ. ഫാമിലിയാണ്. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചേച്ചി, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമുക്ക് ഈ ഗ്രേറ്റ് വയലിനിസ്റ്റിനെ കിട്ടിയതുകൊണ്ട് നമുക്കൊരു വയലിൻ സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ആക്കാം. എല്ലാ 13 കുട്ടികളും ഇവരുടെ കൂടെ പാടാൻ പോവാണ്. So kids, ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. അത് അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാം. അതെ. ഓക്കേ. അപ്പോൾ പിന്നെ ഇനി കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. Wait സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കോമ്പറ്റീഷൻ. വെൽക്കം ടു ദ ഷോ അഗൈൻ. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങാം. സോ സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറബറാക്കു, പ്രസന്റഡ് ബൈ നന്ദനം സാനിറ്ററീസ്. വിളിക്കാം നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് അഞ്ജന. അഞ്ജന കുട്ടി, സോ നമ്മുടെ വയലിൻ സ്പെഷ്യൽ റൗണ്ടിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. അതെ. മോളെ എക്സൈറ്റഡ് ആണോ? അതെ. ആണോ? അതിന്റെ പാട്ടൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാണോ വന്നിരിക്കണേ? ഏത് പാട്ടാ പാടുന്നത്? ഞാൻ തേനും വയമ്പും എന്ന സോങ് ആണ് പാടുന്നത്. ഓക്കേ. തേനും വയമ്പും സിനിമയിലെ തേനും വയമ്പും സോങ്. ഓക്കെ. സോ വെരി നൊസ്റ്റാൾജിക് മെലോഡിയസ് സോങ് ആണ്. മെലോഡിയസ് സോങ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വെയിറ്റ് ചെയ്യാം, നമുക്ക് നേരെ കടക്കാം. നേരെ Okay? കടക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ. താങ്ക് യു.
ആദ്യമായിട്ടിരിക്കണം എനിക്ക് തോന്നുന്നത് ഈ ഷോ ഈ ഒരു ഷോയിൽ അഞ്ജന ചെറി ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടുന്നത് അല്ലേ? അതായിരിക്കും അതിൻ്റെ കാരണം. തേനും മൈമ്പിലും ഇതിലും എന്തോ ഒരു ഒന്നുണ്ട്. അതും കൂടെ മോൾക്ക് കിട്ടിയ യു വിൽ ഫ്ലൈ. ഒരു സിംഗർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകളും അറ്റ്മോസ്റ്റ് ആ എക്സ്പ്രഷനാണ് ഇങ്ങനത്തെ പാട്ടുകളിൽ എപ്പോഴും അത്യാവശ്യം. സിമ്പിൾ പാട്ട് പാടിയിട്ട് പണി കിട്ടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് ആ ചോദ്യം വളരെ തുറന്നടിച്ച് ചോദിച്ചു. बहारो फूल बरसाओ मेरा महबूब आया है मेरा महबूब आया है. എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? മനസ്സിനാവുന്ന ഓ എനിക്ക് വയ്യ. सजाई है जवा कलियों अब ये सेज उल्फत की. തീനും വയമ്പും നാവിൽ തൂം വാനം പാടി തീനും വയമ്പും നാവിൽ തൂം വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. അഞ്ജനക്കുട്ടി ഭയങ്കര ഭംഗിയായി പാടിട്ടോ. താങ്ക് യു ചേച്ചി. ജാനകിയമ്മേന്റെ പാട്ടാണ്. രവീന്ദ്രൻ സാറിന്റെ ഒരു അതിമനോഹരമായ പാട്ടാണ്. ഇവിടെ വയലിൻ ഫ്ലൂട്ട് എല്ലാം ചേർത്തൊരു ഒരു മ്യൂസിക്കൽ എന്താ പറയാ ഒരു കോമ്പിനേഷൻ മാജിക്കൽ കോമ്പിനേഷൻ ഉണ്ടാക്കി. സോ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രീറ്റ് എക്സാക്ട്ലി. സോ യെസ്, അപ്പോൾ തുടങ്ങിക്കോളൂ. ട്രീറ്റ് എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ഹായ് അഞ്ജന, ഹായ് ഏട്ടാ. ആദ്യമായി എങ്ങനെയുണ്ട് റിഹേഴ്സൽ എക്സ്പീരിയൻസ് ഒക്കെ പറ. നന്നായിരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടെ പാടിയുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പൊ എന്താ വ്യത്യാസം? പാടിയപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിൽ വെക്കണം. കാരണം ഇതൊക്കെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നതൊക്കെ മ്യൂസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലായി? ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ഇതൊക്കെ ഇനി വരുമോയെന്നറിയില്ല. ഇനി ഇങ്ങനത്തെ ഒരു അവസരം, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ കലാകാരന്മാരുടെ കൂടെ പെർഫോം ചെയ്യുക, അതൊക്കെ ഒരു അവസരമാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും മനസ്സിലെടുത്ത് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വെക്കുക. ഓക്കെ, അവരായിട്ട് പോയി ഇടപെടുക, സംസാരിക്കുക, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ്, അവർ ആ സൗണ്ട്, ആ വൈബ്രേഷൻ, അത് പ്രത്യേക വൈബ്രേഷൻ അല്ലേ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. പിന്നെ
പാട്ട് പാടിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇതിൻ്റെ കമ്പോസർ, ഇത് എഴുതിയ ആളും അമേസിങ് കോമ്പോസിഷൻ ആൻഡ് അറേഞ്ച്മെന്റ് ആരായിരിക്കും? ജയശേഖർ എന്ന് പറഞ്ഞ അവരാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വയലിനൊക്കെ നോട്ട്സ് എഴുതി അവരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. രവീന്ദ്രൻ മാഷത്തിൻ്റെ ട്യൂൺ ചെയ്തു. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ജയശേഖർ എന്ന് പറഞ്ഞ കലാകാരനാണ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ്, മലയാളത്തിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സമ്മാനമാണ് ഈ പാട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ അറേഞ്ച്മെൻറ്റും. അപ്പോൾ അഞ്ജനേനെ പറ എങ്ങനെ പാടിയത്? അഞ്ജന ഇവിടെ തകർത്താടിയതാണ്. പറ. കുഴപ്പമില്ലാന്ന് നമുക്കും അതന്നെ ഫീൽ ചെയ്ത്. ഒരു ഭയങ്കരമായ അഞ്ജന മാജിക് നടന്നിട്ടില്ല. അത് ചെറുതായ പിച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അഞ്ജനേന്ന് ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ടിരിക്കണം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷോയിൽ അഞ്ജന ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പാട്ട് പാടുന്നത് അല്ലേ? അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. സിമ്പിളൊന്നും പാടാൻ പറ്റത്തില്ല, വലിയ കടുകട്ടി പാട്ടുകൾ പോരട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ? അതൊക്കെ എത്ര വേണമെങ്കിലും. അതിനിടയ്ക്കൊരു നല്ലൊരു ഇത് വന്നു, ഒരു സംഗതി അവിടെ വണ്ണാത്തിപ്പുള്ളുകൾ പാടിയ ഒരു എക്സ്ട്രാ സംഗതി ഇട്ടു. അത് ആരാണ് പറഞ്ഞു തന്നെ? അത് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അറിയാതെ ഒരു നോട്ടും കൂടെ കയറി വന്നു. അപ്പോൾ അത് രണ്ടു വട്ടം അങ്ങ് പാടിയപ്പോൾ ഈ സ്റ്റേജ് വന്നപ്പോൾ പാടിയപ്പോൾ അത് തന്നെ വന്നു. ആ ഒരു സംഗതി ഞാൻ ഇതിനു മുമ്പേ ആശ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് നല്ലോണം പാടുന്ന ഒരു കുട്ടിയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടി ഇതുപോലെ പാടിയപ്പോൾ എം ജയചന്ദ്രൻ്റെ ഷോ ആണ്. ഇത് സംഗതി ആഹാ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു എക്സ്പ്രഷനായിട്ട് അങ്ങോട്ട് പാടി. അത് ഇന്ന് മോള് പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആശയുടെ പാട്ട് കേട്ടിട്ടായിരിക്കുമോ മോളത് പാടിയത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആശയ്ക്ക് കുറച്ചൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സംഗതിയിൽ. അതും കൂടെ മോള് കൊണ്ടുവരാൻ നോക്കണം. ബാക്കി പറയും. ചേച്ചി പറഞ്ഞതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ പറയാം. ഈ ചേച്ചി പറഞ്ഞ ആ എക്സ്പ്രഷൻ എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് എടുക്കാം. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അഞ്ജനയ്ക്ക് കൊണ്ടുവരാം. അഞ്ജനയ്ക്ക് ചെയ്യാൻ പറ്റും, കാരണം പാട്ടിൽ എത്രത്തോളം എക്സ്പെർട്ടൈസ് തൊണ്ടയിലുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ചൊന്ന് മനസ്സിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അല്ലാത്ത പക്ഷം ഇവിടെ സംഗതികളൊക്കെ വരുന്നതൊക്കെ വെള്ളം കുടിക്കണ മാതിരിയാണ് പാടിപ്പോണത്. അതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പ്രോഗ്രാം കണ്ടവരൊക്കെ അറിയാം, ഞങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അറിയാം. ഈ ചില കാര്യങ്ങളൊക്കെ അഞ്ജന ശരിയാക്കാണ്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ കംപ്ലീറ്റ് സിംഗർ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. സോ താങ്ക് യു ഈ പാട്ട് കൊണ്ടതിന്. നമ്മുടെ കിന്നരന്മാർക്ക് ഇത് നല്ല തകർത്താടാൻ പറ്റി. പിന്നെ നമ്മുടെ ഫ്ലൂട്ട് ചേട്ടാ സൂപ്പറായിരുന്നു കേട്ടോ. BGM നല്ലായിരുന്നു. എല്ലാവരും നന്നായിരിക്കും. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ, സുജാത ചേച്ചി. അഞ്ജന അസലായി പാടി മോളെ, നല്ലോണം പാടി. ഇത് ഒറിജിനൽ നമ്മൾ ഒരു ആ ഫുൾ ഓർക്കസ്ട്രയിൽ കേൾക്കുന്ന പോലെ, ഒറിജിനൽ സോങ് കേൾക്കുന്ന പോലെ തന്നെ ഇരുന്നു. പ്ലസ് ആഡഡ് കുറച്ച് എക്സ്ട്രാസ്, ഫ്ലൂട്ട് എക്സ്ട്രാ സ്വന്തം കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തു. പിന്നെ ഇവരുടെ ഒരു വയലൻസ് വായിക്കുന്ന ഒരു ലൈഫുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇവർ വെറുതെ വായിക്കുകയല്ല നോട്ട്സ്, അതിലൊരു ഭാവമുണ്ട്. അത് നമ്മൾക്ക് അത് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കണം. എക്സ്പീരിയൻസ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ഇങ്ങോട്ടാണ് കയറുക സ്ട്രെയിറ്റ്. അതാണ് സംഗീതം. ഞാൻ മോളുടെ അടുത്ത് അതാ പറയണേ, മോൾ അസലായി പാടി, പാട്ടൊക്കെ പാടി, കുറച്ച് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പക്ഷേ ആ തേനും വയമ്പിലും ഇതിലും എന്തോ ഒന്നുണ്ട്. അതും കൂടെ മോൾക്ക് കിട്ടിയാൽ യു വിൽ ഫ്ലൈ. അതും കൂടെ എനിക്ക് അഞ്ജനയ്ക്ക് കിട്ടണം. എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അത് മോൾക്ക് കിട്ടും. അത് മോൾ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു മനസ്സിലാക്കലും കൂടെ മോൾക്ക് വന്നാൽ യു ആർ സംവെയർ എൽസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. അഞ്ജന, ഐ തിങ്ക് രണ്ടുപേരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താണെന്നുള്ളത്. അഞ്ജനയ്ക്ക് തന്നെ അറിയാം, ബിക്കോസ് യു ആർ എ വെരി ടാലൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഈ ഒരു സ്റ്റേജിൽ വെറുതെ പുതിയതായിട്ട് വന്ന ഒരു കുട്ടിയല്ല. സോ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരു മെലഡി എടുക്കുമ്പോൾ ഇറ്റ്സ് സാധാരണ അഞ്ജന ഇപ്പോൾ നമ്മുടെ ഈ ഷോയിൽ എസ്പെഷ്യലി പാടിയിട്ടുള്ള എല്ലാ ഡിഫിക്കൽട്ട് ടൈപ്പ് സോങ്സ് ഒക്കെ ഇങ്ങനെ മണിമണിയായിട്ട് പാടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരു സിംഗർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകളും അറ്റ്മോസ്റ്റ് ആ എക്സ്പ്രഷനാണ് ഇങ്ങനത്തെ പാട്ടുകളിൽ എപ്പോഴും അത്യാവശ്യം. അറ്റ് ദ സെയിം ടൈം ശ്രുതി, ആ ഒരു ബിക്കോസ് സ്ട്രിങ്സും ഇത്രയും ഇതുള്ളത്. നമ്മൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് എത്ര സംഗതി ഇട്ടു ഒന്നുള്ളതല്ല, ഈ പാട്ടിൻ്റെ ഫീലാണ്. ആ ഫീലും പിന്നെ വി ഹാവ് ടു ബി ഓൾമോസ്റ്റ് ക്ലോസ് ടു, ദർ ഇസ് നോ പെർഫെക്റ്റ് പിച്ച് എന്ന് പറഞ്ഞ സംഭവമില്ല. വെരി ഫ്യൂ പീപ്പിൾ ഹാവ് ദാറ്റ്, ബട്ട് യുനോ ഓൾമോസ്റ്റ് ക്ലോസ് ടു. അപ്പോൾ അത്രയും നമ്മളത് ലയിച്ച് അതിലേക്ക് യുനോ. ആൻഡ് എക്സ്പ്രഷനിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം
ഈ ശ്രുതി ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്രഷൻ കറക്റ്റ് ആയ അത് കറക്റ്റ് ആയിട്ട് വരും. സോ ജസ്റ്റ് യു ആർ ജസ്റ്റ് ഗോ ഇൻ ടു ദാറ്റ് സോങ് അത്രയും ഡീപ്പായിട്ട്. ഹൗ മച്ച് എഫേർട്ട്ലെസ്ലി യു ഗോ ഇൻ ടു അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സോങ്, ഇതിൽ അത്രയും പാഷനറ്റ്ലി യു ഹാവ് ടു ഗോ ഇൻ ടു എ സോങ് ലൈക്ക് ദിസ്, ബിക്കോസ് യു ജസ്റ്റ് ഹാവ് ടു പാഷനറ്റ്ലി സിംഗ് ദ സോങ്. ഇങ്ങനത്തെ സോങ്സ് ഒക്കെ ബിക്കോസ് കമ്പോസിഷനിൽ തന്നെ ഉണ്ട് ഓൾമോസ്റ്റ് എവറിത്തിങ്. യു ഡോണ്ട് ഹാവ് ടു ഡു എക്സ്ട്രാ എനിത്തിങ്. ഞാൻ പറയും രവീന്ദ്ര മാഷ സാറിൻ്റെയും പിന്നെ രാജാ സാറിൻ്റെ ഒക്കെ സോങ്സിൽ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളായിട്ടൊന്നും എടുത്തിടേണ്ട ആവശ്യമില്ല. അവർ തരുന്നത് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് റിപ്രൊഡ്യൂസ് ചെയ്താൽ മതി. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. So anyway, you did a good job, but you could have done a lot more better. Your Anjanada capability ke any feel kude vannu kayna you will be like Suji said, you will be at a different level. Okay, all the best. താങ്ക് യു ചേട്ടാ. സോ അഞ്ജന കുട്ടി, നമ്മൾ കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ? ചോദിക്കാം. സോ നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, സോ സ്റ്റീഫൻ ചേട്ടാ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, 8 marks. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ, 8 marks. 24.5. നല്ല മാർക്കാണ് അല്ലേ? നല്ല മാർക്കാണ് അല്ലേ? സിമ്പിൾ പാട്ട് പാടിയിട്ട് പണി കിട്ടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? അഞ്ജന വളരെ എനിക്ക് ആ ചോദ്യം വളരെ തുറന്നടിച്ച് ചോദിച്ചു. പിന്നെ അടുത്ത പ്രാവശ്യം സിമ്പിൾ പാട്ടൊക്കെ പാടിക്കോട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് തകർക്കാം അല്ലേ? ഇല്ല, ഞാൻ പറയണെങ്കിൽ ഇത് അഞ്ജന ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം. കാരണം അഞ്ജന സ്കോർ ചെയ്ത പാട്ടുകളൊക്കെ ശരത്തേട്ടൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെ വന്ന് തകർത്താടി. ഇനി ഈ ഒരു ഇതിൽ അഞ്ജനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അഞ്ജന പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെയർ യു പ്രൂവ്ഡ്. ഓക്കെ, സോ അത് തെളിയിക്കുക, ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ഓക്കെ, സിമ്പിൾ പാട്ട് പാടാന്നുള്ളത് ഒരു ചാലഞ്ച് ആക്കി എടുത്തിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ വന്ന് പാടുക. ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. Thank you. ഓക്കേ ഓക്കേ. നാഷണൽ ടെലിവിഷനിൽ സ്റ്റീഫൻ ദേവസ്യെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് വിജു ഒരു ഹീറോ ആണ്. യെസ്, ചേച്ചി അത് വിജു എന്ന് പറഞ്ഞ അതിൽ വിജയൻ ഒരു ഹീറോയാണ്. सितारों मांग भर जाओ, मेरा महबूब आया है, मेरा महबूब आया है. ഒരു നിരാശ കാമുകന്റെ ഒരു ഫീലിംഗ്. അയ്യേ ചിരിക്കുന്നുണ്ടല്ലേ കള്ളൻ. ആദ്യം കാണാൻ ഒരു ചുള്ളനായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. Thank you. മട്ടാഞ്ചേരിക്കാർ ഈ പാട്ട് നന്നായി പാടില്ലെങ്കിൽ മട്ടാഞ്ചേരിക്കാർ തന്നെ ഇടിക്കും. बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है. ഇതുവരെ ഏറ്റവും ടോപ്പ് സ്കോറർ ആയിരുന്ന അഞ്ജനനെ തോപ്പിച്ചു. സെക്കൻഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ നിറപറ, മലയാളത്തിന്റെ മഹാരുചി. ഫോർത്ത് പ്രൈസ് സ്പോൺസർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. സോ നമ്മുടെ സെക്കൻഡ് രജിത് ഒരു മിനിറ്റ്, നമ്മുടെ ജഡ്ജസ് പാനൽ, ജഡ്ജിംഗ് പാനലിലേക്ക് നോക്കൂ. അവരുടെ ഗെറ്റപ്പിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടോ? ഒരു യെസ്, മീശ, താടി, എന്തൊക്കെയോ പുതിയ അഡിഷൻസ്. എന്തൊക്കെയാണ്? മീശ, താടി. ആസ് യൂഷ്വൽ ഗ്ലാമർ ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ ഉണ്ട്. എന്താണ് ഭയങ്കര വെറൈറ്റി ആണ് എന്നാണ് അഞ്ജലി ചോദിക്കുന്നത്. വെറൈറ്റി എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, ഇങ്ങനെ വളർന്നു കണ്ടപ്പോ ഒന്ന് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാൻ വേണ്ടി വളർത്തിയതാ. അതെ, അത് ആരാണ് ഓക്കെ ചെയ്തതെന്നോ ചോദിക്കുക അവൻ്റെ അടുത്ത്. ഓക്കെ ചെയ്തത് എന്റെ സഹോദരനായ വിജയനാണ്. നാഷണൽ ടെലിവിഷനിൽ സമ്മതിച്ചു ഞാൻ നിന്റെ സഹോദരനാണെന്ന്. നാഷണൽ ടെലിവിഷനിൽ സ്റ്റീഫൻ ദേവസ്യെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് വിജയ് ചേട്ടനാണ്. നന്നായിട്ടുണ്ട്. ഇവനൊക്കെ ഏൽപ്പിച്ചാ മതി. രജു, you're looking very smart, രജു. എന്താ ചെയ്തത്? വിജയ് ചേട്ടന്റെ ഈ മീശയുടെ ഒരു കഥ അത് ഞാൻ പറയാം. ആരെങ്കിലും എപ്പോഴെങ്കിലും പോലീസുകാരനാവുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഒരു പോലീസുകാരനാവുന്ന ഞാൻ പറയാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹം വരുമ്പോഴാണ് ഈ മീശ വെക്കറ്. നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പറയും. പക്ഷെ പോലീസുകാരനായി വിജയ് ചേട്ടാ.
പറയൂ. എനിത്തിങ് ടു ആഡ് ഓൺ ടു ഇറ്റ്? അവൻ പറഞ്ഞാണ്. അല്ല, പോലീസുകാരനായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓൺ വാട്ട് ബേസിസ്? അത് ഞങ്ങൾക്കൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, അല്ലേ? ഇല്ലേ? എല്ലാവർക്കും കഴിഞ്ഞ വർഷം ഇറങ്ങിയ മാരിയില് ഞാൻ പോലീസുകാരനായിരുന്നല്ലോ. ഓക്കെ. അല്ല, അത് പക്ഷേ അത് കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മളെ വൈ ദിസ് അപ്പിയറൻസ്? ദിസ് അപ്പിയറൻസ് ഇസ് ദി എന്റെ അടുത്ത തമിഴ് പടത്തിന്റെ ലുക്കാണ്. ഓഹോ. അതിൽ ബിജു ഒരു ഹീറോ ആണ്. വിജു എന്ന് പറഞ്ഞ അതിൽ വിജയൻ ഒരു ഹീറോയാണ്. സോ മണിരത്നം സാറിന്റെ അസിസ്റ്റന്റ് ആയ ധന ഡയറക്ട് ചെയ്യുന്ന ആദ്യത്തെ പടം. സോ അതില് ഇൻഫാക്ട് നേരത്തെ നമ്മുടെ കഴിഞ്ഞ സ്കെഡ്യൂൾ അല്ലല്ല, ഇത് ഞാൻ പറയാം. കഴിഞ്ഞ സ്കെഡ്യൂള് ഇത് കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു 2 ആഴ്ച മുന്നേ ഈ ഷൂട്ട് ഒന്ന് വെക്കായിരുന്നെങ്കിൽ ഒരു സന്യാസി ഇരിക്കണ മാതിരി തോന്നിയായിരുന്നു. ഇത്ര താടിയുള്ളായിരുന്നു. അത്രയില്ലായിരുന്നു, ഇതിനെക്കാട്ടിലും കുറച്ച് കുറവായിരുന്നു. ഒരു we can expect ഒരു 3 to 4 ഗെറ്റപ്സ് അല്ലേ? 3 ഇല്ല, 2. ഇത് സെക്കൻഡ് ഹാഫ് ഗെറ്റപ്പ് ആണ്. ഇപ്പോ അതിന്റെ ഷൂട്ട് ഒരു 2-3 ദിവസം മുമ്പ് കഴിഞ്ഞുള്ളൂ. ഒരു ചെറിയൊരു ബ്രേക്ക് ഈ ഒരു ഷൂട്ടിന് വേണ്ടിയും. സോ അങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ജഗിൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു തമിഴ് നായകനാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ ഇരിക്കുന്നത്. അതെ. എന്തിനാണ്? അപ്പൊ എന്തായാലും nice to know that. Thank you. And yes, അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ കുറേ ന്യൂസ് ഒക്കെ അറിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങോട്ടും വൈകിക്കേണ്ട. So let's call our next contestant, അമൽ റോയ്. അമൽ ചേട്ടാ പാവം പോലെ ഇരിക്കട്ടോ. അതിന് പാട്ടൊക്കെ വരും. ഒരു ചേട്ടാ വിളിയിലൊരു അല്ലേ? രജു വീണില്ല അവിടെ? ഞാൻ വീണോയില്ലേ? ഒന്നാമത് ഡ്രസ് കണ്ട് ആ ഒരു ചേട്ടാ വിളിയും തമ്മിൽ ബന്ധമേ ഇല്ല. വയലിൻ റൗണ്ട് ഒക്കെയാണ്. ഏതാ പാട്ട് കേക്കട്ടെ? ഞാൻ ബഹാരോ എന്ന് പറഞ്ഞ പാട്ട്. ബഹാരോ പൂല് ബർസാവോ എന്ന് പറഞ്ഞ പാട്ട്. ഓഹോ, പണ്ടത്തെ നമ്മുടെ ശങ്കർ ജയകൃഷ്ണൻ സാറിന്റെ സോങ് അല്ലേ? അവരുടെ. ഓഹോ, അപ്പൊ വയലിൻ റൗണ്ടിന് വൺ ഓഫ് ദ പെർഫെക്റ്റ് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കണേ. അല്ലേ? അസലായിട്ട് പാടൂ. നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ? നന്നായിരുന്നോ? പ്രാക്ടീസ് ഒക്കെ നന്നായി പോയോ? സൂപ്പർ ആയിരുന്നു. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആണ്. അപ്പൊ റാഫി സാറിന്റെ ഈ സോങ് അങ്ങോട്ട് പൊളിച്ചടക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब
सजाओ रंग बिखराओ मेरा महबूब आया है मेरा महबूब आया है बहारों फूल बरसाओ मेरा महबूब आया है मेरा महबूब आया है थैंक यू അമൽ, അമൽ ആ സീരിയസ് മൂഡൊക്കെ ഇപ്പൊ കളഞ്ഞോ? ഭയങ്കര സീരിയസ് ആയിട്ടോ പാട്ട് പാടണേ. ഇൻവോൾവ് ആയിട്ട് പാടിയതാണ് അതെ. ഭയങ്കര അല്ലേ അല്ലേ? ശരി, നമുക്ക് നേരെ ഇനി കമന്റ്സിലേക്ക് കിടക്കാം. യെസ് വിജയ് ചേട്ടാ, കമാൺ. ഓ, ഒരു നിരാശ കാമുകന്റെ ഒരു ഫീലിംഗ്. അയ്യേ, ചിരിക്കുന്നുണ്ടല്ലേ കള്ളൻ. ദാ, എന്താണ് ഇത്രയും ഫീലിംഗ്? എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? മനസ്സിന്ന് ഓ, എനിക്ക് വയ്യ. അവൻ പാട്ട് കഴിഞ്ഞാൽ തുടങ്ങും. അതെ, ഇത്ര പാവായി വന്നതാ. അതെ, മിസ്റ്റർ അമൽ റോയ്, നീ അസലായിട്ട് പാടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫീൽ കറക്റ്റായിട്ട് ആൻഡ് അതിൽ പ്രത്യേകിച്ച് സുജി ഞാനൊക്കെ നോട്ടീസ് ചെയ്തൊരു അതെ ഏതോ ഒരു അപ്പോ അതിനൊരു എക്സ്ട്രാ ഒരു പോയിന്റ് എന്താണ് അത്രയും എന്നുവെച്ചാൽ അത് ഇല്ലാത്തൊരു സംഗതിയാണെന്നുള്ളത് ഏകദേശം ഒരു പിടിയിട്ട്, പക്ഷെ അത് ഷുവർ അല്ലായിരുന്നു. പക്ഷെ അത് പെർഫെക്റ്റ് ആയിരുന്നു പാടിയത്. നല്ല ഭയങ്കര ഭാവമായിരുന്നു. സോ അമൽ റോയ് കൂടുതൽ പറയാനൊന്നുമില്ല, അങ്ങനെ പോട്ടെ, നന്നായിട്ടുണ്ട്. കൂടുതൽ വേറെ ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. അങ്ങനെ വല്ല പ്രേമമോ വേണ്ട കേട്ടാ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി കാണാൻ ഒരു ചുള്ളനായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. ഈ പാട്ട് ആരാ ചൂസ് ചെയ്തെന്ന്? ഈ പാട്ട് ആ, ഇനി ഒരു കഥ വരും നമുക്ക്. വരട്ടെ. അതിനുള്ള തുടക്കം എങ്ങനെ ഈ പാട്ടിനോട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ചൊരു ഒരു ഹിസ്റ്ററി ഉണ്ട്. ഉണ്ട് അതിന്റെ പിന്നില്. എന്താണ് കേക്കട്ടെ ആ കഥ? കഥന്റെ കഥ എന്താ? അത് ഹലോ, മമ്മിയാണ് പപ്പയാണെന്ന് അറിയാൻ പാടില്ല. അയ്യോ, മമ്മിയും പപ്പയും അവര് ചെവി അടച്ചു വെക്കും. അല്ല, അവര് ചെവി അടച്ചു വെക്കാൻ പറയാം, എന്നിട്ട് പറയാം. അത് അവർ തന്നെ ചോദിക്കും, എവിടെ മമ്മി പപ്പ? ആരാണ് മമ്മിയാണ് അത് സെലക്ട് ചെയ്ത് കൊടുത്തത്? തീർച്ചയാണോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഏതായാലും ഉഗ്രം പാട്ട് സെലക്ഷനാണ്. അസലായി പാടി. താങ്ക് യു. എനിക്ക് ആ ഒരു കട്ട് ചെയ്ത് പാടിയ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്, പക്ഷേ ഈ നമ്മുടെ കിന്നരന്മാരെവിടെ ഇരിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഫുൾ പാട്ടും ഫുൾ ബോ കയ്യിൽ മാറ്റിയിട്ടില്ല, ഫുൾ പാട്ടിലുണ്ട് അവർക്ക്. ആ ഒരു ബിജിഎം, ആ ടോൺ ഭയങ്കരമായിരുന്നു കേട്ടോ. ഷോ അല്ലേ, ആ ഒരു ഹൈ പോർഷൻ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉടനെ പിന്നെ ബാക്കിങ്ങിലേക്കാണ്, നോൺ സ്റ്റോപ്പ് ആണ്. അത് ഫുൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കും. ആൻഡ് തബല ഓൾസോ ശരിക്കും ഒരു ആ ഹിന്ദി പാട്ടിന്റെ ഒക്കെ എന്ത് റിച്ച് ആണ് ഓർക്കസ്ട്രേഷനും. എനിവേ, താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. മോൻ അസലായി പാടി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ, മോനെ തകർത്ത് വാരിടാം. താങ്ക് യു. നീ എവിടുന്നാ ശരിക്കും? നിന്റെ വീട്? മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിക്കാര് ഈ പാട്ട് നന്നായി പാടില്ലെങ്കിൽ മട്ടാഞ്ചേരിക്കാര് തന്നെ ഇടിക്കും. അവര് മട്ടനാക്കിട്ട് എടുക്കും, വറക്കും. കാരണം അവിടെ ഇങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര ഫേമസ് ആണ്, പ്രത്യേകിച്ച് ഹിന്ദി പാട്ട്. ആ ഏരിയ ഒക്കെ നല്ല ഭീകര ഇങ്ങനെയുള്ള ഗസലുകളൊക്കെ വാണുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അല്ലേ? മുംബൈ ചേട്ടൻ്റെ വീടൊക്കെ അവിടെ അല്ലേ? ആ ഒരു സ്ഥലത്തുനിന്ന് നീ വന്നിട്ട് നീ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമില്ല. പക്ഷെ നീ യു മേഡ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ഓൺ ദ സ്റ്റേജ്. ഓക്കെ, ഈ പാട്ട് എനിക്ക് ശരിയാക്കി തന്നായിരുന്നു ഒരു അങ്കിള്. ആരെ ശരിയാക്കി തന്ന്? ആസാദ് എന്ന് പറഞ്ഞ അപ്പൊ അതൊക്കെ പറയണം. മട്ടഞ്ചേരിക്കാരെന്ന് പറഞ്ഞപ്പോഴാ എല്ലാം കൂടെ പുറത്തു വരുന്നത്. പറയൂ, പറട്ടെ ഞാനൊക്കെ ഇന്നൊക്കെ. പിന്നെ ഇവന് ഓസ്കർ അവാർഡ് വാങ്ങിക്കുന്ന പോലെയാണ് അവന്റെ സ്പീച്ച്. പിന്നെ ഇത് ടൈം ലിമിറ്റ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അവനിങ്ങനെ പറഞ്ഞു.
പിന്നെ ഇത് ശരിയാക്കാൻ വേണ്ടി മട്ടാഞ്ചേരി കായ്ക്കാൻ്റെ അവിടുത്തെ ബിരിയാണി കഴിച്ചോ? കഴിച്ചോ നന്നാക്കാൻ വേണ്ടി? അത് ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ തരാന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അല്ല നിങ്ങൾ വരാന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ അത് ശരി. ഇപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വരണം അപ്പൊ അല്ലേ? ഞങ്ങളെ തെറ്റുകാര്. അപ്പൊ ഞങ്ങൾ വരാം. എപ്പോഴാ വരണ്ടേ? അത് ആ ഒന്ന് ഡേറ്റ് ഒക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം പ്ലീസ്. തിരക്കുള്ള ഒരാളല്ലേ? എപ്പോഴെങ്കിലും വന്നാൽ മതി. എപ്പോഴെങ്കിലും വന്നാൽ മതി. ഇങ്ങനെയാണോ ഇവിടെ വിളിക്കുക? ആ അതൊക്കെ പോട്ടെ. എന്തായാലും മട്ടാഞ്ചേരിക്കാരൻ മാനം നീ കാത്തു. ആ അത് ഈ മട്ടാഞ്ചേരി ഈ ഹിന്ദി നാട്ടിലൊന്നല്ല, ബോംബെയിലൊന്നുമല്ല, ഇപ്പം കേരളത്തിലും. അപ്പം മലയാളം പാട്ടും ഇതേമാതിരി എടുത്ത് വരണം കേട്ടോ. ഓക്കെ സൂപ്പറായി. പിന്നെ ചേച്ചി പറഞ്ഞ മാതിരി വയലിൻകാർ ബോ എടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാട്ടിൻ്റെ ഇടയ്ക്ക് കൗണ്ടർ പോയിന്റ് എന്ന് പറയും. പാട്ടിൻ്റെ ഇടയ്ക്ക് വായിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിനാണ് കൗണ്ടർ പോയിന്റ് എന്ന് പറയുക. അത് ശരിക്കും പറഞ്ഞാൽ കമ്പോസേഴ്സിന് അതാരെ കമ്പോസ് ചെയ്യുന്നതെന്ന് അറിയില്ല, അത് ഭയങ്കര ടഫാണ് അങ്ങനത്തെ ഒരു കൗണ്ടർ പോയിന്റ് ചെയ്യാൻ. കാരണം പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല, എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പല സാധനങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നുണ്ട്. ആ പാട്ടിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ഇനി ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ്. അപ്പോൾ പാട്ട് നടക്കണതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഈ കൗണ്ടേഴ്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ അമേസിങ് എക്സ്പീരിയൻസ്. അത് അവർ ഇച്ചിരക്ക് കുറച്ച് സ്ലോ ചെയ്ത് കുറച്ച് സ്മൂത്തായിട്ടാണ് വായിക്കുക അതൊക്കെ. സോ അതൊരു വലിയൊരു പോയിന്റ് നമ്മൾ പഠിക്കേണ്ട അറിയേണ്ട ഒരു കാര്യമാണ്. ബീജിയം കൂടാതെ പാട്ടിന് ഇടയ്ക്കുന്നൊരു കാര്യം വരും, അതിൻ്റെ പേരാണ് കൗണ്ടർ പോയിന്റ്. സോ ദേ പ്ലേഡ് അമേസിംഗ്ലി. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. സൂപ്പർ കിന്നരന്മാർ. അതുപോലെ തന്നെ തബല കിടിലമായിട്ട് കേട്ടോ, ആ ഒരു ഹിന്ദുസ്ഥാനി ഫീല് നന്നായി വന്നിട്ടുണ്ട്. താങ്ക് യു ചക്കരകളെ. സൂപ്പർ. അമൽ റോയ് കൺഗ്രാറ്റ്സ് ഡാ. ചെലവ് വേണം. ബൈ ബൈ. Okay, so let's move on to the marks, please. Yeah. വിജയ് ചേട്ടാ. ചേട്ടാ ഭയങ്കര ഡാൻസ് സ്റ്റെപ്സ്. 8.5. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 8.5. ഹാപ്പി അല്ലേ? 25.5. അപ്പൊ ബിരിയാണി തരുമോ? തരാം. അത്രേ ഉള്ളോ? ആ എന്തായാലും പ്രശ്നം ഉണ്ടാക്കരുത്. തരാം. ശരി. സോ നമുക്ക് നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് കിടക്കാം. എന്താ അത് ഇവിടെ നിർത്താൻ ഉദ്ദേശം എന്താ? ടോപ്പ് സ്കോറർ. അമൽ റോയ് എടാ നീ ആരെ പൊട്ടിച്ച്? ഇതുവരെ ഏറ്റവും ടോപ്പ് സ്കോറർ ആയിരുന്ന അഞ്ജനേനെ തോപ്പിച്ചു. എന്താ നടക്കുന്നത്? ബഹാരോ ഫൂൽ ബർസാओ मेरा महबूब आया है, मेरा महबूब आया है. बहारो फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. അത് മാത്രല്ല എല്ലാം അറിയാം അവിടെ കറക്റ്റ് ആയിട്ട്. നമ്മളിവിടെ പോകണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അറിയാം ടോപ്പ് സ്കോറർ. ശരി. അവൻ ആരാ? മോൻ. അതെ. ഇനിയിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. മട്ടാഞ്ചേരിക്കാരൻ വേഗം പോയിട്ട് ഗിഫ്റ്റ് കളക്ട് ചെയ്യൂ. കം ഓൺ. फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. बहारों फूल बरसाओ मेरा महबूब आया है. സോ നമ്മുടെ ഷോയുടെ ഫൈനൽ സെഗ്മെന്റ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, വിത്ത് വയലൻസ് സ്പെഷ്യൽ എപ്പിസോഡ്സുമായി നമ്മൾ ഇനിയും വരും. സോ കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് വാച്ചിങ് സൂപ്പർസ്റ്റാർ ജൂനിയർ. യെസ്. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum. ഇല്ലേ? എല്ലാവർക്കും അതിപ്പോ അറിയാം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മാരിയില്ല ഞാൻ പോലീസുകാരനായിരുന്നല്ലോ. ഓക്കെ. അല്ല അത് പക്ഷെ അത് കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മളെ വൈ ദിസ് അപ്പിയറൻസ്? ദിസ് അപ്പിയറൻസ് ഇസ് ദി എന്റെ അടുത്ത തമിഴ് പടത്തിന്റെ ലുക്കാണ്. ഓഹോ. ഓക്കേ. സോ ന്യൂസ്. അതിൽ ബിജു ഒരു ഹീറോ ആണ്. യെസ്.
ചേച്ചി അത് വിജു എന്ന് പറഞ്ഞ അതിൽ വിജയൻ ഒരു ഹീറോയാണ്. സോ മണിരത്നം സാറിന്റെ അസിസ്റ്റന്റ് ആയ ധന ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പടം. സോ അതില് ഇൻഫാക്ട് നേരത്തെ നമ്മുടെ കഴിഞ്ഞ സ്കെഡ്യൂൾ അല്ലല്ല, ഇത് ഞാൻ പറയാം. കഴിഞ്ഞ സ്കെഡ്യൂള് ഇത് കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു 2 ആഴ്ച മുന്നേ ഈ ഷൂട്ടൊന്ന് വെക്കായിരുന്നെങ്കിൽ ഒരു സന്യാസി ഇരിക്കണ മാതിരി തോന്നിയായിരുന്നു. ഇത്ര താടിയുള്ളായിരുന്നു. അത്ര ഇല്ലായിരുന്നു, ഇതിനെക്കാട്ടിലും കുറച്ച് കുറവായിരുന്നു. ഒരു we can expect ഒരു 3 to 4 ഗെറ്റപ്സ് അല്ലേ? 3 ഇല്ല, 2. ഇത് സെക്കൻഡ് ഹാഫ് ഗെറ്റപ്പ് ആണ്. ഇപ്പോ അതിന്റെ ഷൂട്ട് ഒരു 2-3 ദിവസം മുമ്പ് കഴിഞ്ഞുള്ളൂ. ഒരു ചെറിയൊരു ബ്രേക്ക് ഈ ഒരു ഷൂട്ടിന് വേണ്ടിയും. സോ അങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ജഗിൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു തമിഴ് നായകനാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ ഇരിക്കുന്നത്. അതെ. എന്തിനാണ്? അപ്പൊ എന്തായാലും nice to know that. Thank you. And yes, അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ കുറേ ന്യൂസ് ഒക്കെ അറിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങോട്ടും വൈകിക്കേണ്ട. So let's call our next contestant, അമൽ റോയ്. അമൽ ചേട്ടാ പാവം പോലെ ഇരിക്കട്ടോ, അതിന് പാട്ടൊക്കെ ഒരു ചേട്ടാ വിളിയിലൊരു അല്ലേ? രജു വീണില്ല അവിടെ? ഞാൻ വീണോ ഇല്ല. ഒന്നാമത് ഡ്രസ് കണ്ട് ആ ഒരു ഇപ്പൊ ആ ചേട്ടാ വിളിയും തമ്മിൽ ബന്ധമേ ഇല്ല. വയലിൻ റൗണ്ട് ഒക്കെയാണ്. ഏതാ പാട്ട് കേക്കട്ടെ? ഞാൻ ബഹാരോ എന്ന് പറഞ്ഞ പാട്ട്. ബഹാരോ പൂല് ബർസാവോ എന്ന് പറഞ്ഞ പാട്ട്. ഓഹോ, പണ്ടത്തെ നമ്മുടെ ശങ്കർ ജയകൃഷ്ണൻ സാറിന്റെ സോങ് അല്ലേ? അവരുടെ. ഓഹോ, അപ്പൊ വയലിൻ റൗണ്ടിന് വൺ ഓഫ് ദ പെർഫെക്റ്റ് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കണേ. അല്ലേ? അസലായിട്ട് പാടൂ. നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ? നന്നായിരുന്നോ? പ്രാക്ടീസ് ഒക്കെ നന്നായി പോയോ? സൂപ്പർ ആയിരുന്നു. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആണ്. അപ്പൊ റാഫി സാറിന്റെ ഈ സോങ് അങ്ങോട്ട് പൊളിച്ചടക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। हवा
चला जाए ना शर्मा कर, जरा तुम दिल को बहलाओ, मेरा महबूब आया है, मेरा महबूब आया है। बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। सजाई है जवा कलियों ने अब ये सेज उल्फत की, इन्हें मालूम ताएगी एक दिन रुत मोहब्बत की। फजाओ रंग बिखराओ, मेरा महबूब आया है, मेरा महबूब आया है। बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। थैंक यू। അമൽ, ആ സീരിയസ് മൂഡൊക്കെ ഇപ്പൊ കളഞ്ഞോ? ഭയങ്കര സീരിയസ് ആയിട്ടോ പാട്ട് പാടണേ. ഇൻവോൾവ് ആയിട്ട് പാടിയതാണ് ഭയങ്കര അല്ലേ അല്ലേ? ശരി, നമുക്ക് നേരെ ഇനി കമന്റ്സിലേക്ക് കിടക്കാം. യെസ് വിജയ് ചേട്ടാ, കമാൺ. ഓ, ഒരു നിരാശ കാമുകന്റെ ഒരു ഫീലിംഗ്. അയ്യേ, ചിരിക്കുന്നുണ്ടല്ലേ കള്ളൻ. എന്താണ് ഇത്രയും ഫീലിംഗ്? എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? മനസ്സിന്നാവുന്ന. ഓ, എനിക്ക് വയ്യ. അവൻ പാട്ട് കഴിഞ്ഞാൽ തുടങ്ങും. അതെ, ഇത്ര പാവായി വന്നതാ. അതെ, മിസ്റ്റർ അമൽ റോയ്, നീ അസലായിട്ട് പാടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫീൽ കറക്റ്റായിട്ട് ആൻഡ് അതിൽ പ്രത്യേകിച്ച് സുജി ഞാനൊക്കെ നോട്ടീസ് ചെയ്തൊരു അതെ ഏതോ ഒരു അപ്പോ അതിനൊരു എക്സ്ട്രാ ഒരു പോയിന്റ് എന്താണ് അത്രയും എന്നുവെച്ചാൽ അത് ഇല്ലാത്തൊരു സംഗതിയാണെന്നുള്ളത് ഏകദേശം ഒരു പിടിയിട്ട്, പക്ഷെ അത് ഷുവർ അല്ലായിരുന്നു. പക്ഷെ അത് പെർഫെക്റ്റ് ആയിരുന്നു പാടിയത്. നല്ല രസമായിരുന്നു, ഭയങ്കര ഭാവമായിരുന്നു. സോ അമൽ റോയ് കൂടുതൽ Krishna Mohan on stage. ഒട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. That's not true. But I'm sure all the cool boys want to make some noise.
welcome to Superstar Junior. Powered by Nirapara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So, നമുക്ക് നമ്മുടെ ഷോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ let's welcome our judges. Vijay Cheta, Sujata Chechi, Stephen Cheta. രജിത്, അഞ്ജലി, Yes. റെഡി അല്ലേ? Ready ആണ്. വിജു മോനെ റെഡി? സ്റ്റീഫ റെഡി? മുഴുവൻ റെഡി ആയിട്ടില്ല ചേച്ചി. എനിക്കൊരു പാട്ട് വായിക്കണം. ഓ വെരി ഗുഡ്. ഞാൻ പാട്ട് പാടണോ? ശരിയാവില്ല. വേണ്ട. ഓക്കെ. എല്ലാവരും ഇത്ര കോറസ് ആയിട്ട്. ഓക്കെ ഓക്കെ. ആ ഇംപ്രഷൻ കളയരുത് കേട്ടോ. ഓക്കെ. എനിക്കൊരു ആഗ്രഹം, ഒരു സിംഫണി വെച്ച് എനിക്കൊരു പിയാനോയിൽ ഒരു പീസ് വായിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ എനിക്ക് പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി Go for it. നമ്മുടെ പുലികളുണ്ട് ഇവിടെ. പക്ഷെ അത് കൂടാതെ ഞാൻ പോരെ? നീ എന്നുണ്ടല്ലടാ, നമ്മൾ ഒരുമിച്ചല്ലേ. പിന്നല്ല, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്നാണ് നീ പറയുന്നത്. അതെ, ശരിയാ. അതൊരു ഒരു സിംഫണി രൂപത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? കിഡ്ലനായിരിക്കും. മൈൻഡ്സ് ബ്ലോയിങ് ആയിരിക്കും. അതൊരു റിയാലിറ്റി ഷോ മാതിരിയുള്ള ഒരു പരിപാടികളിൽ ഇങ്ങനെയുള്ള സിംഫണി അല്ലെങ്കിൽ ഒരു കൊഞ്ചേട്ടോ മൂടുള്ളൊരു രൂപങ്ങൾ വളരെ കുറവായി വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പൊ എന്റെ കീബോർഡ് മാത്രല്ല, ഒരു ഭീകര സിംഫണി ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഇരിക്കുന്നുണ്ട്. ഓഹോ, തുടങ്ങട്ടെ? തുടങ്ങൂ. Welcome to Superstar Junior Cochin Strings. Yes. വെൽക്കം. കൊച്ചിൻ സ്ട്രിങ്സ് അല്ലെങ്കിൽ അഥവാ കിന്നരന്മാർ. നമ്മുടെ പേരതാണ്. പുലികളിലൊപ്പം കിന്നരന്മാർ. അതെ. ഇനി ഞാൻ കൂടുതലായി പറയുകയാണെങ്കിൽ കേരളത്തിൽ 4.5 കോടി ജനങ്ങളാണുള്ളത്. 4.5 കോടി ജനങ്ങളുടെ അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയിലും പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ഈ 4.5 കോടി ജനങ്ങൾ സിനിമയിലും പ്രൊഫഷണലും വായിക്കുന്ന വയലിനിസ്റ്റുകൾ ആ കൂടെ ഇത്ര പേരുള്ളൂ. അതൊരു വലിയൊരു അസറ്റാണ്, അത് ഒരു നന്മയാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയ തലമുറ അത് കണ്ട് പഠിക്കണം, അതിലേക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരാൻ. ഈ ഒരു പുതിയൊരു തലമുറയാണ്, ഇത് വെരി യങ് ഏജ് ഗ്രൂപ്പ്. ഇതിനി അടുത്തൊരു തലമുറയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ നല്ല നല്ല ട്രെയിൻ ചെയ്ത്, അപ്പോൾ പ്രോഗ്രാം കാണുന്നവരും നമ്മുടെ കുട്ടികളൊക്കെ ഇവരെ കണ്ട് പഠിച്ച് they have to just come like them, ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക. ഓൾ ദ ബെസ്റ്റ്. പിന്നെ രാജാ സാറ്, AR റഹ്മാൻ അങ്ങനെയുള്ളവരുടെ കൂടെ വായിക്കുന്ന കലാകാരന്മാരാണ് കേട്ടോ. Big round of applause and thank you so much Cochin Strings. ദാസേട്ടൻ്റെ കൂടെ പല വേൾഡ് ടൂറുകളും അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയ് അവരൊക്കെ ഒരുമിച്ച് പോകാറുണ്ട്. സോ വിജയ്, തീർച്ചയായിട്ടും അവരെ പറ്റി പറയുകയാണെങ്കിൽ അവരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു അപ്ലിഫ്റ്റിംഗ് ആണ്. ഒരു സ്പിരിറ്റ്സ്, എന്താ പറയുക, എല്ലാം മൊത്തം ഒരു മൂഡ് തന്നെ മാറ്റുന്ന ഒരു ടീമാണ്. ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഇസ് ലൈക്ക് ദാറ്റ്. Soulful. ഒരു ചെറിയ തമാശ പറയണമെങ്കിൽ എൻ്റെ മോളിപ്പം വയലിൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ പറയാം, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് 1 നോട്ടും 2 നോട്ടും പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ 1 നോട്ടിൽ മാത്രം 2 ആഴ്ച പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ 2 നോട്ട് എന്താണ് ആ കുട്ടി വയസ്സിൽ തന്നെ 7 വയസ്സായിട്ടുള്ളൂ, എന്നാലും ആ 2 നോട്ട് പഠിക്കും. അപ്പം ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ എത്ര നോട്ട് എന്നുള്ളത് വിട്, പക്ഷെ എത്രമാത്രം പ്രാക്ടീസ് ചെയ്ത്, ഐ മീൻ every instrument is difficult, പക്ഷെ I think one of the most difficult instruments is violin. And ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വോയിസ്, ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വോയിസുമായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്ന, സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ഇൻസ്ട്രുമെന്റും കൂടെയാണ് വയലിൻ. സോ യുനോ ആ ഒരു ഇറ്റ്സ് എ ഗോഡ് ഗിവൻ ഇൻസ്ട്രുമെന്റ് ശരിക്കും പറഞ്ഞാൽ. സോ അത് വായിക്കാൻ പറ്റുന്നവർ ട്രൂലി ഗോഡ് ഗിവൻ തന്നെയാണ്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു ഹാവ് ദം ഹിയർ. നമ്മൾ അടിച്ചു പൊളിക്കും തീർച്ചയായിട്ടും. തീർച്ചയായും നമുക്ക് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് പോകുന്നത്. സ്റ്റീഫൻ ചേട്ടനും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ they are here to inspire complete juniors. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് മോളെ ഒരു മിനിറ്റ്. യെസ്, ആദ്യം തന്നെ എല്ലാവർക്കും വെൽക്കം. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. കാരണം ഒരുപാട് ഷോസ് ഇവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് വയലിൻ. പുറവശത്തിരുന്ന് വയലിൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറക്കും. അപ്പോൾ ഇവരുടെയൊക്കെ എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഇവരുടെയൊക്കെ ഗുരുവായ റെക്സേട്ടൻ എൻ്റെ ഞങ്ങളെ വെച്ചാൽ ഞങ്ങൾ കുറച്ച് കൊച്ചുകുട്ടികളെ പാട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സരിഗമ ആ എൻട്രി സ്റ്റേജിൽ പാട്ട് മോൾഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത റെക്സേട്ടനാണ്. ഈ സമയത്ത് റെക്സേട്ടനും ഒരു വലിയ നമസ്കാരം. ആൻഡ് നിങ്ങൾക്ക് എഗെയിൻ താങ്ക്സ് വന്നതിന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് അവർ പാടുന്നതിന് മുമ്പ് ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ ഇവരുടെ കൂടെ. തീർച്ചയായിട്ടും. we are just waiting for that. So let's start the show with Sujata ചേച്ചി. ஏன் விரித்தாய் சிறகை வா வா ஓ butterfly butterfly ஏன் விரித்தாய் சிறகை
ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 തീനും ആഹാ നാവിൽ വാനം പാടി ലാ 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 ആഹാ ആഹാ ആദ്യമായിട്ട് ഇരിക്കണം എനിക്ക് തോന്നുന്നത് ഈ ഷോ ഈ ഒരു ഷോയില് അഞ്ജന ചെറി ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടുന്നത് അല്ലേ? അതായിരിക്കും അതിന്റെ ഒരു കാരണം. തേനും മൈമ്പിലും ഇതിലും എന്തോ ഒരു ഒന്നുണ്ട്. അതും കൂടെ മോൾക്ക് കിട്ടിയ യു വിൽ ഫ്ലൈ. ഒരു സിംഗർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകളും അറ്റ്മോസ്റ്റ് ആ എക്സ്പ്രഷനാണ് ഇങ്ങനത്തെ പാട്ടുകളിൽ എപ്പോഴും അത്യാവശ്യം. സിമ്പിൾ പാട്ട് പാടിയിട്ട് പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അഞ്ജന വളരെ എനിക്ക് ആ ചോദ്യം വളരെ തുറന്നടിച്ച് ചോദിച്ചു. बहारो फूल बरसाओ मेरा महबूब आया है मेरा महबूब आया है. എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? മനസ്സിനാണ്. ഓ എനിക്ക് सजाई है जवा कलियों अब ये सेज उल्फत की. തീനും വയമ്പും നാവിൽ തൂം വാനം പാടി തീനും വയമ്പും നാവിൽ തൂം വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. അഞ്ജനക്കുട്ടി ഭയങ്കര ഭംഗിയായി പാടിട്ടോ. താങ്ക് യു ചേച്ചി. ജാനകിയമ്മേന്റെ പാട്ടാണ്. രവീന്ദ്രൻ സാറിന്റെ ഒരു അതിമനോഹരമായ പാട്ടാണ്. ഇവിടെ വയലിൻ ഫ്ലൂട്ട് എല്ലാം ചേർത്തൊരു ഒരു മ്യൂസിക്കൽ എന്താ പറയാ ഒരു കോമ്പിനേഷൻ മാജിക്കൽ കോമ്പിനേഷൻ ഉണ്ടാക്കി. സോ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രീറ്റ് എക്സാക്ട്ലി. സോ യെസ്, അപ്പോൾ തുടങ്ങിക്കോളൂ. ട്രീറ്റ് എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ഹായ് അഞ്ജന, ഹായ് ഏട്ടാ. ആദ്യമായി എങ്ങനെയുണ്ട് റിഹേഴ്സൽ എക്സ്പീരിയൻസ് ഒക്കെ പറ. നന്നായിരുന്നു. ഇങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ കൂടെ പാടിയുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പൊ എന്താ വ്യത്യാസം? പാടിയപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിൽ വെക്കണം. കാരണം ഇതൊക്കെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നതൊക്കെ മ്യൂസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലായി? ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ഇതൊക്കെ ഇനി വരുമോയെന്നറിയില്ല. ഇനി ഇങ്ങനത്തെ ഒരു അവസരം, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ കലാകാരന്മാരുടെ കൂടെ പെർഫോം ചെയ്യുക, അതൊക്കെ ഒരു അവസരമാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും മനസ്സിലെടുത്ത് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വെക്കുക. ഓക്കെ, അവരായിട്ട് പോയി ഇടപെടുക, സംസാരിക്കുക, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ്, അവർ ആ സൗണ്ട്, ആ വൈബ്രേഷൻ, അത് പ്രത്യേക വൈബ്രേഷൻ അല്ലേ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. പിന്നെ പാട്ട് പാടിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇതിൻ്റെ കമ്പോസർ, ഇത് എഴുതിയ ആളും അമേസിങ് കോമ്പോസിഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ആരായിരിക്കും? ജയശേഖർ എന്ന് പറഞ്ഞ അവരാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വയലിനൊക്കെ നോട്ട്സ് എഴുതി അവരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. രവീന്ദ്രൻ മാഷത്തിൻ്റെ ട്യൂൺ ചെയ്തു. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ജയശേഖർ എന്ന് പറഞ്ഞ കലാകാരനാണ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ്. മലയാളത്തിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സമ്മാനമാണ് ഈ പാട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ അറേഞ്ച്മെൻറ്റും. അപ്പോൾ അഞ്ജനെ പറ എങ്ങനെ പാടിയത്? അഞ്ജന ഇവിടെ തകർത്താടിയതാണ്. പറ. കുഴപ്പമില്ലാന്ന് നമുക്കും അതന്നെ ഫീൽ ചെയ്ത്. ഒരു ഭയങ്കരമായ അഞ്ജന മാജിക് നടന്നിട്ടില്ല. അത് ചെറുതായ പിച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അഞ്ജനയിൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇരിക്കണം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷോയിൽ അഞ്ജന ചെറി ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പാട്ട് പാടുന്നത് അല്ലേ? അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. സിമ്പിളൊന്നും പാടാൻ പറ്റത്തില്ല. വലിയ കടുകട്ടി പാട്ടുകൾ പോരട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ? അതൊക്കെ എത്ര വേണമെങ്കിലും. അതിനിടയ്ക്കൊരു നല്ലൊരു ഇത് വന്നു, ഒരു സംഗതി അവിടെ. വണ്ണാത്തിപ്പുള്ളുകൾ പാടിയ ഒരു എക്സ്ട്രാ സംഗതി ഇട്ടു. അത് ആരാണ് പറഞ്ഞു തന്നെ? അത് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ അറിയാതെ ഒരു നോട്ടും കൂടെ കേറി വന്നു. അപ്പോ உனக்கா
ஏன் விரித்தாய் சிறகை வா வா ஓ பட்டர்ஃப்ளை பட்டர்ஃப்ளை ஏன் விரித்தாய் சிறகை என்னையும் தான் உன்னைப் போலே படைத்தானே இறைவன் எனும் ஓர் தலைவன். நெருங்கும் போது அகப்படாமல் பறந்து போகிறாய். நிழலைப் போலத் தொடரும் என்னை மறந்து போகிறாய். ஆஹா, உனக்கு யாரும் தடையும் இங்கு விதிப்பதில்லையே. ஆஹா, எனக்கு கூட அடிமை கோலம் பிடிப்பதில்லையே. உன்னை நான் சந்தித்தேன், உன்னையே சிந்தித்தேன். என்னை நீ இணை சேரும் திருநாள் வருமோ? பட்டர்ஃப்ளை பட்டர்ஃப்ளை ஆஹா பட்டர்ஃப்ளை பட்டர்ஃப்ளை. மலர்கள் தோறும் நடந்து போகும் சிறிய ஜீவனே, உந்தன் மனதை கொஞ்சம் இரவல் கேட்கும் எனது ஜீவனே. ஆஹா, விழிகள் 100 கடிதம் போட்டும் பதில்கள் இல்லையே. விரகதாப மணலை மூட்டும் பருவம் தொல்லையே. உன்னை நான் கொஞ்சத்தான் மடிமேல் துஞ்சத்தான் தினம் நான் எதிர்பார்க்கும் திருநாள் வருமோ? பட்டர்ஃப்ளை பட்டர்ஃப்ளை ஆஹா பட்டர்ஃப்ளை பட்டர்ஃப்ளை. ஏன் விரித்தாய் சிறகை வா வா ஓ பட்டர்ஃப்ளை பட்டர்ஃப்ளை. ஏன் விரித்தாய் சிறகை அருகில் நீ வருவாயோ? உனக்காக திறந்தேன் மனதின் கதவை. ஆஹா பட்டர்ஃப்ளை பட்டர்ஃப்ளை பட்டர்ஃப்ளை. தீனும் வயம்பும் நாவில் தூம் வானம்பாடி. தீனும் வயம்பும் நாவில் தூம் வானம்பாடி. ராகம் ശ്രീരാഗം. അഞ്ജന അസലായി പാടി മോളെ, നല്ലോണം പാടി. ഇത് ഒറിജിനൽ നമ്മൾ
ഒരു ആ ഫുൾ ഓർക്കസ്ട്രയിൽ കേൾക്കുന്ന പോലെ ഒറിജിനൽ സോങ് കേൾക്കുന്ന പോലെ തന്നെയായിരുന്നു. This appearance is the എൻ്റെ അടുത്ത തമിഴ് പടത്തിന്റെ ലുക്കാണ്. ഓഹോ, ഓക്കേ, ബിജു ഒരു ഹീറോ ആണ്. യെസ്. बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है. Superstar Junior. അരികിൽ നീ വരുവായോ, ഉനക്കാക തിരന്തേൻ മനതിൻ കதவை. ആഹാ, butterfly, butterfly. താങ്ക് യു സോ മച്ച് സുജാത ചേച്ചി. It was amazing, ചേച്ചി. യെസ്, സോ താങ്ക് യു സോ മച്ച് കൊച്ചിൻ സ്ട്രിങ്സ് ഇത് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ ഓൾ ടൈം പുലികൾ സ്റ്റാർ ഓർക്കസ്ട്ര ടീം. അറിയോ, ആ, ഇവര് നാളെ പോവും, അടുത്ത അതെ. എപ്പിസോഡിൽ ഇവര് പോവും. അതെ. ഞങ്ങൾക്ക് ഇവര് മാത്രമേ ഉള്ളൂ. അതെ നമ്മൾ മാത്രമാണുള്ളത്. അതെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമുക്ക് ഇവരുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നാളെ അവര് പോകുന്നതാണ്. പക്ഷെ നമുക്ക് ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലിയാണല്ലോ. ഫാമിലിയാണ്. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചി, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമുക്ക് ഈ ഗ്രേറ്റ് വയലിനിസ്റ്റിനെ കിട്ടിയതുകൊണ്ട് നമുക്കൊരു വയലിൻ സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ആക്കാം. എല്ലാ 13 കുട്ടികളും ഇവരുടെ കൂടെ പാടാൻ പോവാണ്. So kids, ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. അത് അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാം. അതെ, ഓക്കെ, അപ്പൊ പിന്നെ ഇനി കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. Wait സോ ചെയ്യണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട് ദി കോമ്പറ്റീഷൻ. വെൽക്കം ടു ദ ഷോ അഗൈൻ. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങാം. So Superstar Junior powered by Nirapara, presented by Nandanam Sanitaries. വിളിക്കാം നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് അഞ്ജന. അഞ്ജന കുട്ടി, സോ നമ്മുടെ വയലിൻ സ്പെഷ്യൽ റൗണ്ടിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. അതെ. മോളെ എക്സൈറ്റഡ് ആണോ? അതെ. ആണോ? അതിന്റെ പാട്ടൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാണോ വന്നിരിക്കണേ? ഏത് പാട്ടാ പാടുന്നത്? ഞാൻ തേനും വയമ്പും എന്ന സോങ് ആണ് പാടുന്നത്. ഓക്കേ. തേനും വയമ്പും സിനിമയിലെ തേനും വയമ്പും സോങ്. ഓക്കെ, സോ വെരി നൊസ്റ്റാൾജിക് മെലോഡിയസ് സോങ് ആണ്. മെലോഡിയസ് സോങ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് നേരെ കടക്കാം. നേരെ കടക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഏട്ടാ. താങ്ക് യു. Superstar Junior. അത് രണ്ടുവട്ടം അങ്ങ് പാടിയപ്പോൾ ഈ സ്റ്റേജിൽ വന്നപ്പോൾ പാടിയപ്പോൾ അത് തന്നെ വന്നു. ആ ഒരു സംഗതി ഞാൻ ഇതിനു മുമ്പേ ആശ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് പാടുന്ന നല്ലോണം പാടുന്ന ഒരു കുട്ടിയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടി ഇതുപോലെ പാടിയപ്പോൾ എം ജയചന്ദ്രൻ്റെ ഷോ ആണ്. ഈ സംഗതി ഓഫ് ആഹാ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു എക്സ്പ്രഷനായിട്ട് അങ്ങോട്ട് പാടി. അത് ഇന്ന് മോള് പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആശയുടെ പാട്ട് കേട്ടിട്ടായിരിക്കുമോ മോളത് പാടിയത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആശയ്ക്ക് കുറച്ചൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സംഗതിയിൽ. അതും കൂടെ മോള് കൊണ്ടുവരാൻ നോക്കണം. ബാക്കി പറയും. ചേച്ചി പറഞ്ഞതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ പറയാം. ഈ ചേച്ചി പറഞ്ഞ ആ എക്സ്പ്രഷൻ എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് എടുക്കാം. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അഞ്ജനയ്ക്ക് കൊണ്ടുവരാം. അഞ്ജനയ്ക്ക് ചെയ്യാൻ പറ്റും, കാരണം പാട്ടിൽ എത്രത്തോളം എക്സ്പെർട്ടൈസ് തൊണ്ടയിലുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ചൊന്ന് മനസ്സിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അല്ലാത്ത പക്ഷം ഇവിടെ സംഗതികളൊക്കെ വരുന്നതൊക്കെ വെള്ളം കുടിക്കണ മാതിരിയാണ് പാടിപ്പോണത്. അതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പ്രോഗ്രാം കണ്ടവരൊക്കെ അറിയാം, ഞങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അറിയാം. ഈ ചില കാര്യങ്ങളൊക്കെ അഞ്ജന ശരിയാക്കാണ്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ കംപ്ലീറ്റ് സിംഗർ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. സോ താങ്ക് യു. ഈ പാട്ട് കൊണ്ടതിന് നമ്മുടെ കിന്നരന്മാർക്ക് ഇത് നല്ല തകർത്താടാൻ പറ്റി. പിന്നെ നമ്മുടെ ഫ്ലൂട്ട് ചേട്ടാ സൂപ്പറായിരുന്നു കേട്ടോ. BGM നല്ലായിരുന്നു. ഇതിലും എല്ലാവരും നന്നായിരിക്കും. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ, സുജാത ചേച്ചി. അഞ്ജന അസലായി പാടി മോളെ, നല്ലോണം പാടി. ഇത് ഒറിജിനൽ നമ്മൾ ഒരു ആ ഫുൾ ഓർക്കസ്ട്രയിൽ കേൾക്കുന്ന പോലെ ഒറിജിനൽ സോങ് കേൾക്കുന്ന പോലെ തന്നെയായിരുന്നു. പ്ലസ് ആഡഡ് കുറച്ച് എക്സ്ട്രാസ് ഫ്ലൂട്ട്
എക്സ്ട്രാ സ്വന്തം കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തു. പിന്നെ ഇവരുടെ ഒരു വയലൻസ് വായിക്കുന്ന ഒരു ലൈഫുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇവർ വെറുതെ വായിക്കുകയല്ല നോട്ട്സ്, അതിലൊരു ഭാവമുണ്ട്. അത് നമ്മൾക്ക് അത് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കണം, എക്സ്പീരിയൻസ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ഇങ്ങോട്ടാണ് കയറുക സ്ട്രെയിറ്റ്. അവിടെയാണ്, അതാണ് സംഗീതം. ഞാൻ മോളുടെ അടുത്ത് അതാ പറയണേ, മോൾ അസലായി പാടി, പാട്ടൊക്കെ പാടി, കുറച്ച് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പക്ഷേ ആ തേനും മയമ്പിലും ഇതിലും എന്തോ ഒരു ഒന്നുണ്ട്. അതും കൂടെ മോൾക്ക് കിട്ടിയാൽ യു വിൽ ഫ്ലൈ. അതും കൂടെ എനിക്ക് അഞ്ജനയ്ക്ക് കിട്ടണം, എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അത് മോൾക്ക് കിട്ടും, അത് മോൾ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു മനസ്സിലാക്കലും കൂടെ മോൾക്ക് വന്നാൽ യു ആർ സംവെയർ എൽസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. അഞ്ജന, ഐ തിങ്ക് രണ്ടുപേരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താണെന്നുള്ളത്. അഞ്ജനയ്ക്ക് തന്നെ അറിയാം, ബിക്കോസ് യു ആർ എ വെരി ടാലൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഈ ഒരു എന്താണ് സ്റ്റേജിൽ വെറുതെ പുതിയതായിട്ട് വന്ന ഒരു കുട്ടിയല്ല. സോ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരു മെലഡി എടുക്കുമ്പോൾ ഇറ്റ്സ് സാധാരണ അഞ്ജന ഇപ്പോൾ നമ്മുടെ ഈ ഷോയിൽ എസ്പെഷ്യലി പാടിയിട്ടുള്ള എല്ലാ ഡിഫിക്കൽട്ട് ടൈപ്പ് സോങ്സ് ഒക്കെ ഇങ്ങനെ മണിമണിയായിട്ട് പാടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരു സിംഗർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകളും അറ്റ്മോസ്റ്റ് ആ എക്സ്പ്രഷനാണ് ഇങ്ങനത്തെ പാട്ടുകളിൽ എപ്പോഴും അത്യാവശ്യം. അറ്റ് ദ സെയിം ടൈം ശ്രുതി, ആ ഒരു ബിക്കോസ് സ്ട്രിങ്സും ഇത്രയും ഇതുള്ളത്. നമ്മൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് എത്ര സംഗതി ഇട്ടു ഒന്നുള്ളതല്ല, ഈ പാട്ടിൻ്റെ ഫീലാണ്. ആ ഫീലും പിന്നെ വി ഹാവ് ടു ബി ഓൾമോസ്റ്റ് ക്ലോസ് ടു, ദർ ഇസ് നോ പെർഫെക്റ്റ് പിച്ച് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. വെരി ഫ്യൂ പീപ്പിൾ ഹാവ് ദാറ്റ്, ബട്ട് യുനോ ഓൾമോസ്റ്റ് ക്ലോസ്ഡ്. അപ്പോൾ അത്രയും നമ്മളത് ലയിച്ച് അതിലേക്ക് യുനോ ആൻഡ് എക്സ്പ്രഷനിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ശ്രുതി ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്രഷൻ കറക്റ്റായ അത് കറക്റ്റായിട്ട് വരും. സോ ജസ്റ്റ് യു ഹാവ് ജസ്റ്റ് ഗോ ഇൻ ടു ദാറ്റ് സോങ് അത്രയും ഡീപ്പായിട്ട്. ഹൗ മച്ച് എഫേർട്ട്ലെസ്ലി യു ഗോ ഇൻ ടു അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സോങ്, ഇതിൽ അത്രയും പാഷനറ്റ്ലി യു ഹാവ് ടു ഗോ ഇൻ ടു എ സോങ് ലൈക്ക് ദിസ്, ബിക്കോസ് യു ജസ്റ്റ് ഹാവ് ടു പാഷനറ്റ്ലി സിംഗ് ദ സോങ്. ഇങ്ങനത്തെ സോങ്സ് ഒക്കെ ബിക്കോസ് കോമ്പോസിഷനിൽ തന്നെ ഉണ്ട് ഓൾമോസ്റ്റ് എവറിത്തിങ്. യു ഡോണ്ട് ഹാവ് ടു ഡു എക്സ്ട്രാ എനിത്തിങ്. ഞാൻ പറയും രവീന്ദ്ര മാഷ സാറിൻ്റെയും പിന്നെ രാജാ സാറിൻ്റെ ഒക്കെ സോങ്സിൽ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളായിട്ടൊന്നും എടുത്തിടേണ്ട ആവശ്യമില്ല. അവർ തരുന്നത് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് റിപ്രൊഡ്യൂസ് ചെയ്താൽ മതി. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. സോ anyway, you did a good job, but you could have done a lot more better. Your അഞ്ജനയുടെ കേപ്പബിലിറ്റിക്ക് ഇനി ആ ഫീൽ കൂടെ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ലൈക്ക് സുജി സെഡ്, യു വിൽ ബി അറ്റ് എ ഡിഫറെൻറ്റ് ലെവൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സോ അഞ്ജനക്കുട്ടി, നമ്മൾ കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ? ചോദിക്കാം. സോ നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, സോ സ്റ്റീഫൻ ചേട്ടാ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, 8 marks. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ, 24.5. നല്ല മാർക്കാണ് അല്ലേ? നല്ല മാർക്കാണ് അല്ലേ? സിമ്പിൾ പാട്ട് പാടിയിട്ട് പണി കിട്ടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? അഞ്ജന വളരെ എനിക്ക് ആ ചോദ്യം വളരെ തുറന്നടിച്ച് ചോദിച്ചു. പിന്നെ അടുത്ത പ്രാവശ്യം സിമ്പിൾ പാട്ടൊക്കെ പാടിക്കോട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് തകർക്കാം അല്ലേ? ഇല്ല, ഞാൻ പറയണെങ്കിൽ ഇത് അഞ്ജന ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം. കാരണം അഞ്ജന സ്കോർ ചെയ്ത പാട്ടുകളൊക്കെ ശരത്തേട്ടൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെ വന്ന് തകർത്താടി. ഇനി ഈ ഒരു ഇതിൽ അഞ്ജനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അഞ്ജന പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെയർ യു പ്രൂവ്ഡ്. ഓക്കെ, സോ അത് തെളിയിക്കുക, ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ഓക്കെ, സിമ്പിൾ പാട്ട് പാടാന്നുള്ള ഒരു ചാലഞ്ച് ആക്കി എടുത്തിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ വന്ന് പാടുക. ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ ഓക്കേ ദെൻ. നാഷണൽ ടെലിവിഷനിൽ സ്റ്റീഫൻ ദേവസ്യെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് വിജു ഒരു ഹീറോ ആണ്. യെസ്, അത് വിജു എന്ന് പറഞ്ഞ അതിൽ വിജയൻ ഒരു ഹീറോയാണ്. सितारों मांग भर जाओ, मेरा महबूब आया है, मेरा महबूब आया है. ഓ, ഒരു നിരാശ കാമുകന്റെ ഒരു ഫീലിംഗ്. അയ്യേ, ചിരിക്കുന്നുണ്ടല്ലേ കള്ളൻ. ആദ്യം കാണാൻ ഒരു ചുള്ളനായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. Thank you. മട്ടാഞ്ചേരിക്കാർ ഈ പാട്ട് നന്നായി പാടില്ലെങ്കിൽ മട്ടാഞ്ചേരിക്കാർ തന്നെ ഇടിക്കും. बहारों फूल बरसाओ, मेरा महबूब
ടോപ്പ് സ്കോറർ ആയിരുന്ന അഞ്ജനയെ തോപ്പിച്ചു. സെക്കൻഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ നിറപ്പറ മലയാളത്തിന്റെ മഹാരുചി. ഫോർത്ത് പ്രൈസ് സ്പോൺസർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. സോ നമ്മുടെ സെക്കൻഡ് രജിത് ഒരു മിനിറ്റ്, നമ്മുടെ ജഡ്ജസ് പാനൽ, ജഡ്ജിങ് പാനലിലേക്ക് നോക്കൂ. അവരുടെ ഗെറ്റപ്പിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടോ? ഒരു യെസ്, മീശ, താടി, എന്തൊക്കെയോ പുതിയ അഡിഷൻസ്. എന്തൊക്കെയാണ്? മീശ, താടി. ആസ് യൂഷ്വൽ ഗ്ലാമർ ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ ഉണ്ട്. എന്താണ് ഭയങ്കര വെറൈറ്റി ആണ് എന്നാണ് അഞ്ജലി ചോദിക്കുന്നത്. വെറൈറ്റി എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, ഇങ്ങനെ വളർന്നു കണ്ടപ്പോ ഒന്ന് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാൻ വേണ്ടി വളർത്തിയതാ. വേറെ അതെ. അത് ആരാണ് ഓക്കെ ചെയ്തതെന്നോ ചോദിക്കുക അവൻ്റെ അടുത്ത്. ഓക്കെ ചെയ്തത് എന്റെ സഹോദരനായ വിജയനാണ്. നാഷണൽ ടെലിവിഷനിൽ സമ്മതിച്ചു ഞാൻ നിന്റെ സഹോദരനാണെന്ന്. മൈ ഗോഡ്, അതിനൊരു കൈയടി. നാഷണൽ ടെലിവിഷനിൽ സ്റ്റീഫൻ ദേവസ്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് വിജയ് ചേട്ടനാണ്. നന്നായിട്ട് ഇവനൊക്കെ ഏൽപ്പിച്ചാ മതി. രജു, you're looking very smart, രജു. എന്താ ചെയ്തത്? വിജയ് ചേട്ടന്റെ ഈ മീശയുടെ ഒരു കഥ അത് ഞാൻ പറയാം. ആരെങ്കിലും എപ്പോഴും പോലീസുകാരനാവുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഒരു പോലീസുകാരനാവുന്ന ഞാൻ പറയാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹം വരുമ്പോഴാണ് ഈ മീശ വെക്കറ്. നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ ചീത്ത പറയും. പോലീസുകാരനായി വിജയ് ചേട്ടാ പറയൂ. എനിത്തിങ് ടു ആഡ് ഓൺ ടു ഇറ്റ്? അവൻ പറഞ്ഞാ അല്ല, പോലീസുകാരനായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓൺ വാട്ട് ബേസിസ്? അത് ഞങ്ങൾക്കൊക്കെ അറിയാൻ താല്പര്യമുണ്ട് അല്ലേ?